ഒരു പെണ്ണിനെയും ചെറുക്കനെയും പൊക്കാനായി മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. അതായത് ശിവൻകുട്ടി അപ്പൂപ്പനെയും ഗോവിന്ദൻ അമ്മാവനെയും റഹീം ചേട്ടനെയും കൂടെ ഒരുമിച്ച് 3 പേരും കൂടെ ചേർന്ന് ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു പെണ്ണിനെ പ്രായപൂർത്തിയായ ഒരുത്തന് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൂട്ടിക്കൊടുപ്പെന്നൊക്കെ പറയും. ആ ഒരു ലെവൽ തന്നെയാണ് അതിലേക്ക് വരെ കൊണ്ടെത്തിച്ച ഒരു സംഭവം. കൊച്ചിൻ്റെ വീട്ടുകാർ പറയുന്നു പ്രായപൂർത്തിയായിട്ടില്ല, ജനിപ്പിച്ച തന്തയും തള്ളയാണ് പറയുന്നത് പ്രായപൂർത്തിയായിട്ടില്ല എന്ന്. അതുവരെ മാത്രമല്ല, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബേഴ്സ് അവരും പറയുന്നുണ്ട് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന്. പലരും കൊടുത്ത പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എടുത്ത രേഖകളിലൊന്നിലും പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. പക്ഷെ പെൺകുട്ടി പറയുന്നു എനിക്ക് പ്രായപൂർത്തിയായി, പോലീസ് സംരക്ഷണം വേണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി, കേരള പോലീസിൻ്റെ അടുത്ത് പോയി പരാതി കൊടുത്തു. തനിക്ക് തന്നെ ഭർത്താവിനുമെതിരെ ഇട്ടേക്കുന്ന FIR സ്കോഷ് ചെയ്യണം. ഇപ്പോൾ ഫർഹാൻ, അതായത് മൊണാലിസയുടെ ഭർത്താവ് ഫർഹാനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. അത് നീട്ടിവെക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. എല്ലാവരും കൂടെ ചേർന്നൊരു പെൺകുട്ടിയുടെ, അതായത് CPM നശിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതം, അങ്ങനെ ഒരു പുസ്തകം വേണമെങ്കിലും എഴുതാം. ആ തരത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ എന്തെങ്കിലും വഴി CPM കണ്ടുവച്ചിട്ടുണ്ടോ? പൊതുവേ ന്യായീകരണം ശക്തി കൂടുതലുള്ളവരാണ് ഇവർ. എന്തിന് ന്യായീകരണവുമായി വരും? ഇപ്പം മധ്യപ്രദേശിൽ നിന്നൊരു വനിതാ SP യുടെ നേതൃത്വത്തിലാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണത്തിന് കേരളത്തിൽ വന്നിരിക്കുന്നത്. അത് കേസുമായിട്ട് അന്വേഷണത്തിന് കേരളത്തിൽ വരികയും പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുക്കുകയും ഒരുപക്ഷെ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടാകുന്ന ആൾ, ഭർത്താവ് എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിയമപരമായിട്ടാണെങ്കിലും അവരുടെ കൂടെ ഇപ്പം ജീവിക്കുന്ന ആളിനെയും അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടും ചോദ്യം ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അതായത് ഇതിനകത്ത് വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് ഒരു പ്രശ്നം പ്രധാനമായിട്ടും ഉള്ളതെന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടിയുടെ കയ്യിലിരിക്കുന്ന രേഖ ആണോ ശരി, അതോ മധ്യപ്രദേശ് പോലീസ് കണ്ടെത്തിയതും പട്ടികജാതി കമ്മീഷൻ അല്ലെ പട്ടി വിഭാഗമാണ് അല്ലേ, ഷെഡ്യൂൾ ട്രൈബേഴ്സ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് പെൺകുട്ടിക്ക് പ്രായമായിട്ടില്ല. വീട്ടുകാർ പറയുന്ന കൊടുത്തിരിക്കുന്ന രേഖ അനുസരിച്ച് പെൺകുട്ടിക്ക് പ്രായമായിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ക്രൈമാണ് വ്യാജരേഖ ചമയ്ക്കൽ. അപ്പോൾ ആരാണ് ഇതിനകത്ത് വ്യാജരേഖ ചമച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരും. കാരണം ഇതിനകത്ത് ഇപ്പം ഒരു കുരുക്കെന്ന് പറഞ്ഞാൽ, ഇയാൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് FIR സ്ക്വാഷ് ചെയ്യണം, അല്ലെങ്കിൽ ഈ കേസ് വ്യാജമാണെന്ന് കാണിച്ച് ഫർഹാൻ അല്ലെങ്കിൽ ഭർത്താവ് ഫർഹാൻ സിനിമാ നടനൊക്കെ ആകുമല്ലോ, ഫർഹാൻ ഈ ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് നീട്ടിവെച്ച് നോട്ട് ടു അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന രേഖയ്ക്കകത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഹൈക്കോടതി അങ്ങനെ ധരിപ്പിച്ചിട്ടോ ആണല്ലോ നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന കാര്യം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ മാതിരിയുള്ള കേസ് ഭരണഘടനാ അനുസൃതമായിട്ട് ഈ മാതിരിയുള്ള കേസ് ആദ്യം തന്നെ ക്രൈമായിട്ട് നിൽക്കുമ്പോൾ യാതൊരു കാരണവശാലും അതിനകത്ത് നീട്ടിവെക്കൽ ഉണ്ടാകുന്നില്ല. പക്ഷേ ഇപ്പം ഈ പോലീസ് വരുമ്പോൾ അല്ലെങ്കിൽ മധ്യപ്രദേശ് പോലീസ് വരുമ്പോൾ മധ്യപ്രദേശ് പോലീസിൻ്റെ മുമ്പിൽ ഇത്തരത്തിൽ രേഖയുണ്ടെന്നും വ്യക്തതയുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് പോലീസിൻ്റെ മുമ്പിൽ അത് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. കാരണം കോടതി വരെ പോയിരിക്കുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ കോടതി വരെ പരിഗണിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. ഇതിനകത്ത് ആർക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ എടുത്ത് ആരെയും രക്ഷിക്കാനോ സാധിക്കുന്ന ഒരവസ്ഥയില്ല. അപ്പോൾ ഇതിനകത്ത് എന്തോ കുരുക്കുണ്ട്. ഇപ്പോൾ ഇവർ മാറി നിന്നിരിക്കുകയാണ്. ഈ പെൺകുട്ടിയും അല്ലെങ്കിൽ ഈ ഭർത്താവ് എന്ന് പറയുന്ന കല്യാണം കഴിച്ചെന്ന് പറയുന്ന ആൾ മാറി നിന്ന് പോലീസ് സംരക്ഷണം വേണമെന്ന് പറയുകയും, അല്ലെങ്കിൽ ഇവർ യാതൊരു കാരണവശാലും മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന SP യുടെയോ അല്ലെങ്കിൽ ആ പോലീസ് സംഘത്തിൻ്റെയോ അടുത്ത് ചെല്ലാതെ കോടതി മുഖേന ഇതിന് മാർഗമുണ്ടാക്കാൻ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനകത്ത് എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ കേസ് നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്നൊരു കേസല്ല. ഈ കേസിനകത്ത് ഇവിടെ വന്നിരിക്കുന്ന ഒരു അപകടം എന്ന് പറഞ്ഞാൽ, ഈ കേസ് ഈ ഭർത്താവ് മുസ്ലിമും ഭാര്യ ഹിന്ദു സമുദായത്തിൽപ്പെട്ടതും പ്രത്യേകിച്ച് ആദിവാസി സമുദായത്തിൽപ്പെട്ടതും ആയിരിക്കുമ്പോൾ, കേരളം എന്ന് പറഞ്ഞാൽ പ്രബുദ്ധ കേരളത്തിൽ പ്രബുദ്ധമായിട്ടുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒരു DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇരുന്നിട്ടുള്ള ആളും അഖിലേന്ത്യാ നേതാവുമായിട്ടുള്ള ആളും, ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഉത്തരവാദിത്വമുള്ള ആളും, രാജ്യസഭ MP ആളും, നിയമനിർമ്മാണ സഭയിലെ MP ആയിട്ടുള്ള ആളും
അറിവിനകത്തൊരു കുറവുമില്ലാത്ത വക്കീൽ ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഇപ്പോഴും മന്ത്രിയായിട്ടിരിക്കുന്ന ശിവൻകുട്ടി ഇതിനകത്ത് ബന്ധപ്പെട്ട് ഈ കല്യാണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ നിൽക്കുമ്പോൾ ഈ കല്യാണം പരിശോധിച്ച് അല്ലെങ്കിൽ രേഖ പരിശോധിച്ച് നടത്തുവാൻ തീരുമാനിക്കുമ്പോഴും അതിനകത്തൊരു കുഴപ്പം നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്തൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ 2 ജാതിയിലുള്ളവരല്ലേ, ഏതമ്പലത്തിൽ വെച്ചാൽ ഏതമ്പലത്തിലെ സാക്ഷ്യം കൊടുക്കും. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഈ കല്യാണം നടത്താൻ പറ്റത്തില്ല. ഇന്റർകാസ്റ്റ് മാരേജ് നടത്താൻ പറ്റും. ഒന്നുമില്ല, ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, രേഖ കൊണ്ടൊന്ന് സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊടുത്താൽ മതില്ല, അവിടെ വെച്ചാൽ നടത്തിക്കൂടെ? അങ്ങനെയാണല്ലോ നടത്തേണ്ടത്. റഹീമിന്റെ കല്യാണം അങ്ങനെ നടത്തിയേ. റഹീം ഹിന്ദുവിനെ കല്യാണം കഴിച്ചേക്കുന്നത്. അമൃത. അപ്പോൾ റഹീമിന്റെ കല്യാണം അങ്ങനെയില്ലേ. അപ്പോൾ റഹീം നിൽക്കുമ്പോൾ ഈ കല്യാണം എങ്ങനെ ഈ മുസ്ലിം ആണെന്നുള്ളതും അല്ലെങ്കിൽ ഹിന്ദു ആണെന്നുള്ളിടത്തും ഈ കല്യാണം അവിടെ വെച്ച് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥ എങ്ങനെ വന്നു, അല്ലെങ്കിൽ അതെങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അപ്പോൾ അതിനകത്ത് ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിയമസാധ്യതയോടുകൂടി കല്യാണം നടത്താമെന്നിരിക്കെ ഇത്രയും പ്രബലന്മാർ കൂടി നിന്നിട്ട് ഇത് വ്യാജമായിട്ടൊരു കല്യാണം നടത്തിക്കൊടുത്തതിനകത്ത് കേരള സ്റ്റോറി എന്ന് പറയുമ്പം ആ കേരള സ്റ്റോറിക്ക് അതൊരു ലവ് ജിഹാദോ വല്ലോ ഉണ്ടോ എന്നുള്ള രീതിയിൽ ആരെങ്കിലും പരിശോധിച്ചാൽ അത്തരത്തിലൊരു തട്ടിക്കൊണ്ടു പോക്കലാണ് ഇതിൻ്റെ പുറകിലെന്ന് പുറകെ വന്ന് പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ കേരളത്തിലെ പല പ്രമുഖരെടുത്തും പറയുന്നൊരവസ്ഥ വരുമ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടി സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും എം പിയും ഒക്കെയായി നടത്തി കൊടുത്തുകൊണ്ട് അത് മറച്ചു പിടിച്ച് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇവർ പോകുന്നില്ല? കല്യാണം കഴിഞ്ഞല്ലോ, നിയമപരമായിട്ട് കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ രേഖകളുണ്ട്, നിയമപരമായിട്ട് ഇന്ത്യയിൽ എവിടെയും പ്രത്യേകിച്ച് അലിഗേഷനുള്ള ഈ പെൺകുട്ടി സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി ആയതെങ്ങനെ നമ്മുടെ കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ ഇറങ്ങി എന്ന് പറഞ്ഞാലും മാധ്യമങ്ങൾ ഓടിക്കൂടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അപായപ്പെടുത്തുന്നതിനോ പെൺകുട്ടിക്ക് നീതി നിഷേധിക്കുന്നതിനോ സാധ്യമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ പെൺകുട്ടിയും ഈ ഭർത്താവും ഒളിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവരെ ഒളിച്ചു പിടിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതിനകത്ത് ഒരു കുഴപ്പമുണ്ട്, ഒരു പ്രശ്നമുണ്ട്, എന്തൊക്കെയോ മറയ്ക്കുന്നതായിട്ടുണ്ട്. അതായത് ഈ പെൺകുട്ടിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന മധ്യപ്രദേശ് സർക്കാരും അവർ വിട്ടിരിക്കുന്ന പോലീസും അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നതാണോ ശരി എന്ന് വിചാരിക്കേണ്ടി വരും. ഏതായാലും കോടതിയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന രേഖയനുസരിച്ച് നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിൽക്കട്ടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നതിനകത്ത് കോടതിയെ ഇവർ വ്യാജമായിട്ടുള്ള രേഖ ധരിപ്പിച്ചിരിക്കുന്നു എന്ന് ഉള്ള ഒരവസ്ഥയിലേക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും ഇപ്പം മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം ഈ പെൺകുട്ടി രക്ഷപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. കാരണം ഈ പെൺകുട്ടി മധ്യപ്രദേശിൽ ചെന്നാൽ ഈ പെൺകുട്ടി ഇപ്പം കല്യാണം കഴിച്ചിരിക്കുന്ന ആളിൻ്റെ കൂടെ താമസിക്കണമെങ്കിൽ അവരുടെ മതമാറ്റം നടത്തിയേ മതിയാകുമെന്ന് പരസ്യമായിട്ട് അവിടെ പറയുന്നൊരവസ്ഥയുണ്ട്. പിന്നെ ഇവരുടെ സമുദായത്തിനകത്തുനിന്ന് ഈ പെൺകുട്ടിയെ, അല്ലെങ്കിൽ ആദിവാസി സമുദായത്തിന് അവരുടെ രീതി അനുസരിച്ച്, അവരുടെ ഒരു ശീലമനുസരിച്ച്, അവരുടെ ആചാരമനുസരിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളിലേക്ക് പോയതുകൊണ്ട് അവരും സ്വീകരിക്കുമോ എന്ന രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇത് മാത്രമല്ല, ഇതിനകത്ത് ഈ പെൺകുട്ടിയെ ആവശ്യത്തിന് എല്ലാവരും ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ. ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി സെലിബ്രിറ്റി ആണെന്ന് കണ്ടുകൊണ്ട് ഇവിടെ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ മുതലാളി കൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ട് വിട്ടു. അതിന് പുള്ളി ഉദ്ഘാടനം ചെയ്തിട്ട് അതിന് പൈസ കൊടുത്തതാണ് അവിടെ. അതുപോലെ ഇതിനകത്ത് വേറെ വിഷയം നമ്മൾ കണ്ടില്ല, സിനിമയ്ക്കകത്ത് അഭിനയിപ്പിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ കൊണ്ട്, അല്ലെങ്കിൽ ആ സിനിമ അഭിനയത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ആ പെൺകുട്ടിയെ മോശപ്പെടുത്താൻ സംവിധാനം അതിനെ പീഡിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചു. അത്തരത്തിലേക്ക് ആരെടുത്ത് പറഞ്ഞിട്ടും അതിനൊരു നീതി ലഭിച്ചില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വാർത്തയും ഒക്കെ ആയിട്ട് പെൺകുട്ടി വന്നതാണ്. അപ്പോൾ ഇതിനെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇതിനെ നശിപ്പിക്കാൻ, ഇതിൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ഉരുമ്പിട്ടിറങ്ങിയിരിക്കുന്നതാണോ ഈ കല്യാണവും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ വിചാരിക്കേണ്ടി വരും. ഏതായാലും ഇതിനെ സംരക്ഷിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഒരുപക്ഷെ ശ്രദ്ധ വിട്ടുപോയാൽ ഈ പെൺകുട്ടിയുടെ ഭാവി നാളെ കാലത്തെ ആരും അറിയാതെ ഇരുളടഞ്ഞു പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പോക്കും അല്ലെങ്കിൽ ഒരു കിടപ്പ്.